ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിൽമി ടേബിൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എന്താണ് പറയാൻ പോകുന്നത് വെച്ചാൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ OTT റിലീസ് ഒരു 3-4 OTT റിലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കണ്ട ഒരു സിനിമ, അപ്പോൾ അതിന്റെ റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം OTT റിലീസായ ഒരു സിനിമ ഉണ്ടായിരുന്നു, സൂര്യ സാറ്റർഡേ. അത് സൂര്യ സാറ്റർഡേ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടത് ഒരു തമിഴ് വേർഷനാണ്. അപ്പോൾ അത് ഒറിജിനൽ വേർഷൻ തെലുങ്കാണ്. ഒറിജിനൽ വേർഷന്റെ പേര് സരിപ്പോത ശനിവാരം, അങ്ങനെയാണ് ആ ഒറിജിനൽ വേർഷന്റെ പേര്. അപ്പൊ തമിഴ് വേർഷന്റെ പേരാണ് സൂര്യ സാറ്റർഡേ. അപ്പൊ ഞാൻ കണ്ടത് തമിഴാണ്. അപ്പൊ അതിന്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അപ്പൊ ഈ സിനിമ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ വിവേക് ആത്രേയ. അപ്പോ പുള്ളിക്കാരനാണ് ഇതിന്റെ രചനയും സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. പിന്നെ ഇതില് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് നാനി. അപ്പൊ തെലുങ്കില് ഇപ്പൊ ഒരുപാട് നടന്മാരെ നമുക്ക് പരിചിതമായ ആൾക്കാരാണ്, നമുക്കറിയാത്ത ആൾക്കാരൊന്നുമില്ല. പക്ഷെ എന്നാലും നാനിയോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവും. കാരണം പുള്ളിയുടെ ഒരു ആക്ടിങ് കാര്യങ്ങളൊക്കെ ഒരു ക്ലോസ് ടു നാച്ചുറൽ ആണ്. അല്ലാതെ ലൗഡായിട്ടുള്ള ഒരു ആക്ടിങ് കാര്യങ്ങളൊന്നുമല്ല പുള്ളിയുടെ, കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള. അപ്പോൾ അങ്ങനത്തെ ഒരു ആക്ടിങ് ആയതുകൊണ്ട് തന്നെ പുള്ളി ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. എനിക്കും പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് നാനി. അദ്ദേഹത്തിന് ജേഴ്സി ഒക്കെ സിനിമ കണ്ട് ഭയങ്കര ഫാൻ ആയതാണ് ഞാനൊക്കെ. അപ്പോൾ പുള്ളിയാണ് ലീഡ് റോൾ ചെയ്യുന്നത്. അപ്പൊ ഹീറോയിനായിട്ട് വരുന്നത് പ്രിയങ്ക മോഹൻ. അപ്പൊ പുള്ളിക്കാരി ഹീറോയിനായിട്ട് വരുന്നു. വില്ലൻ SJ സൂര്യയാണ്. ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നത് SJ സൂര്യയാണ്. പിന്നീട് സായ് കുമാർ, നമ്മുടെ മലയാളം സായ് കുമാറില്ല, തെലുങ്കിൽ ഒരു സായ് കുമാർ, പുള്ളിയാണ് നാനിയുടെ അച്ഛൻ റോള് പ്ലേ ചെയ്യുന്നത്. പിന്നെ അഭിരാമി ഉണ്ട്, നമ്മുടെ മലയാളത്തിലൊക്കെ അഭിനയിച്ച അഭിരാമി ഉണ്ട്. അത് നാനിയുടെ അമ്മ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത് പുള്ളിക്കാരിയാണ്. അപ്പോ കാസ്റ്റൊക്കെ നല്ല കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ സിനിമയിലോട്ട് വരികയാണെങ്കിൽ സൂര്യ എന്നാണ് നമ്മുടെ കഥാനായകന്റെ പേര്. ആ റോള് പ്ലേ ചെയ്യുന്നത് നാനിയാണ്. അപ്പൊ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുകയും കൂട്ടുകാരുമായിട്ട് അടിപിടി ഉണ്ടാക്കുകയും ചെയ്യുന്നൊരു അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഹീറോ. അപ്പൊ ഇത് കണ്ട് നായകന്റെ അമ്മയ്ക്ക്, അതായത് അഭിരാമി പ്ലേ ചെയ്യുന്ന റോള്, അപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് പേടി തോന്നുകയും മകന്റെ ജീവിതം ഭാവിയിൽ എന്തായിത്തീരുമോ എന്നുള്ളൊരു പേടി കാരണം മകന്റെ കയ്യിൽ നിന്നൊരു സത്യം വാങ്ങിക്കുകയും ചെയ്യുന്നതാണ് സംഭവം. അതായത്, നിനക്ക് ദേഷ്യം വരുമ്പോ എല്ലാ ദിവസവും നീ നിന്റെ ദേഷ്യം കാണിക്കരുത്. അങ്ങനെ എപ്പോഴും നിന്റെ ദേഷ്യം കാണിക്കുമ്പോൾ ആ ദേഷ്യത്തിനൊരു വാല്യൂ ഇല്ലാതായി പോകുമെന്ന് പറയുകയും, നിനക്ക് ദേഷ്യം വരുമ്പോൾ അത് കാണിക്കാൻ ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം മാത്രം തിരഞ്ഞെടുക്കാനും അമ്മ മകനെ ഉപദേശിക്കുന്നു. അപ്പോ അതിനുവേണ്ടി നായകൻ തിരഞ്ഞെടുത്ത ദിവസമാണ് ശനിയാഴ്ച. അതാണ് സൂര്യ സാറ്റർഡേ. ആ പേര് അങ്ങനെയാണ് പേരിട്ടത് സിനിമയ്ക്ക്. അപ്പൊ സാറ്റർഡേ ആണ് നായകന്റെ ദേഷ്യം. എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കുന്നത് ശനിയാഴ്ച ദിവസമാണ്. പുള്ളിക്കാരൻ എന്തുണ്ടെങ്കിലും ഡയറിയിൽ കുറിച്ച് വെക്കും. ഇപ്പോ തിങ്കളാഴ്ച ഒരു സംഭവം നടന്ന ഡയറിയിൽ കുറിച്ച് വെക്കും. എന്നിട്ട് ശനിയാഴ്ച ആവുമ്പോഴേക്കും ആ വ്യക്തിയോട് ഉള്ള ദേഷ്യം തീരുകയാണെങ്കിൽ പിന്നെ പ്രശ്നത്തിനൊന്നും പോവില്ല. പക്ഷെ ദേഷ്യം തീർന്നില്ലെങ്കിൽ ശനിയാഴ്ച അടിപിടി ഉറപ്പാണ്. അപ്പൊ എന്ത് തെറ്റ് കണ്ടാലും അതിനോട് പ്രതികരിക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് നായകനാണ്. പക്ഷെ എന്തുണ്ടെങ്കിലും പുള്ളി പ്രതികരിക്കുന്നത് ശനിയാഴ്ചയാണെന്ന് മാത്രം. അതുവരെ ആരോടും തല്ലിനോ വഴക്കിനോ ഒന്നും പോവില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു നായകൻ. മറുഭാഗത്ത് വില്ലനാണെങ്കിൽ തനിക്കുള്ള ഫ്രസ്ട്രേഷൻ മുഴുവൻ പാവങ്ങളുടെ മുതുകത്ത് കുതിര കയറാൻ ഉപയോഗിക്കുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ വില്ലൻ്റെത്. പുള്ളി ഒരു പോലീസ് ഓഫീസറാണ്. അപ്പൊ എന്തുണ്ടെങ്കിലും തനിക്കൊരു ദേഷ്യം വന്നാൽ അത് മറ്റുള്ളവരുടെ മുതുകത്താണ് പുള്ളി തീർക്കുന്നത്. പുള്ളിയുടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ, പുള്ളിയുടെ ചേട്ടന്റെ കുറച്ച് ലാൻഡ് പുള്ളി കിട്ടാനുണ്ട്. അപ്പൊ അതിന്റെ കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. 45 കോടി വില മതിപ്പുള്ള ഒരു ലാൻഡാണ്. അപ്പൊ അത് കിട്ടാത്തതിന്റെ പേരിൽ SJ സൂര്യ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആണ്. അപ്പൊ ഈ ഫ്രസ്ട്രേഷനൊക്കെ തീർക്കുന്നത് കുറ്റവാളികളുടെ മുതുകത്താണെന്ന് മാത്രം. അപ്പൊ അങ്ങനെയുള്ള ഒരു വില്ലൻ, എന്ത് കണ്ടാലും പ്രതികരിക്കുന്ന ഒരു നായകൻ, തന്റെ ദേഷ്യം മുഴുവൻ പാവങ്ങളുടെ മുതുകത്ത് കുതിരകാരൻ ഉപയോഗിക്കുന്ന ഒരു വില്ലൻ. അപ്പൊ അവരുടെ ഇടയിലുള്ള ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ് ഈ സിനിമ. അപ്പൊ അങ്ങനെയാണ് ഈ എന്റെ ഒരു കഥ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഈ രണ്ടുപേര് തമ്മിലുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ് സിനിമയിലുടനീളം വരുന്നത്. പിന്നെ പെർഫോമൻസിലോട്ട് വരുമ്പോൾ
ഈ പടത്തിന്റെ മെയിൻ ഒരു പ്ലസ് എന്ന് പറയുന്നത് തന്നെ അതിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ നാനി ആയാലും പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. ഫൈറ്റ് സീനുകളിലൊക്കെ പുള്ളിയുടെ ഒരു നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട് പുള്ളി. അപ്പൊ ആ ഫൈറ്റ് സീനൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ. പിന്നെ വില്ലൻ എസ് ജെ സൂര്യ, പുള്ളിയുടെ അഭിനയത്തെ കുറിച്ച് പറയാൻ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പോ പുള്ളിക്കാരന് ഗംഭീരമായിട്ടുണ്ട് പെർഫോമൻസ്. ഈ രണ്ടുപേരുടെ പെർഫോമൻസ് ആണ് ഈ പടത്തിന്റെ മെയിൻ ഒരു പില്ലർ എന്ന് പറയുന്നത്. ഒരു 3 മണിക്കൂറുണ്ട് സിനിമ. 3 മണിക്കൂറിലെ ഈ സിനിമയെ ബോറടിപ്പിക്കാതെ കൊണ്ടുപോകുന്നത് ഈ രണ്ടുപേരുടെ പെർഫോമൻസ് ഒക്കെ കാരണമാണ്. പിന്നീട് നായിക എന്ന് പറയുന്നത് പ്രിയങ്ക മോഹൻ. പുള്ളിക്കാരി കൊടുത്ത റോള് പോലീസ് റോൾ തന്നെയാണ് സിനിമയിൽ. ആ റോള് നീറ്റായിട്ട് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. അപ്പൊ നാനിയുടെയും പ്രിയങ്ക മോഹൻ പുള്ളിക്കാരിയുടെ ഒരു കോമ്പിനേഷൻ സീനൊക്കെ നന്നായിട്ടുണ്ട്. നല്ല അവർ തമ്മിലുള്ള ഒരു ലവ് ട്രാക്കും കാര്യങ്ങളും അവരുടെ കോമ്പിനേഷൻ സീനൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ അച്ഛനും മകനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീനുണ്ട്. അച്ഛൻ റോള് പ്ലേ ചെയ്യുന്നത് സായികുമാറാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരന്റെ റോളും നാനിയുടെ റോളും അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷനും നന്നായിട്ടുണ്ട്. പിന്നെ അഭിരാമി, നാനിയുടെ അമ്മ ക്യാരക്ടറാണ് അഭിരാമി ചെയ്തത്. വളരെ കുറച്ച് സീനിലേ ഉള്ളൂ, സ്റ്റാർട്ടിങ്ങുള്ള ഒരു കുറച്ച് സീനുകൾ മാത്രമേ ആ റോളുള്ളൂ. പക്ഷെ സിനിമയിൽ ഉടനീളം ആ ക്യാരക്ടറിന്റെ പ്രസൻസ് നമുക്ക് കാണാൻ സാധിക്കും. കുറച്ചുള്ളെങ്കിലും വളരെ പ്രാധാന്യമുള്ള ഒരു റോളാണ്. ആ ക്യാരക്ടറിന്റെ ഇമ്പാക്ട് പടം ഫുള്ള് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ പെർഫോമൻസ് വൈസും ആരും നിരാശപ്പെടുത്തിയിട്ടൊന്നുമില്ല. ഗംഭീര പെർഫോമൻസ് തന്നെയാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ മ്യൂസിക്. ജേക്കബ് ബിജോയ്, നമ്മൾ മലയാളിയാന്ന് തോന്നുന്നു പുള്ളി. അപ്പൊ കടുവയൊക്കെ ചെയ്തിട്ടുള്ളത് പുള്ളിയാണ്. കടുവയിലെ ബിജിഎം ഒക്കെ കിടുവാണ്, ഗംഭീരാണ്. അപ്പൊ ഇതിലെ ബിജിഎം എന്റെ പൊന്നോ, അത് പറയാതിരിക്കാൻ വയ്യ. ഈ സിനിമയ്ക്ക് ഈ ബിജിഎം കൊടുക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, അത് ചില്ലറയൊന്നുമല്ല. കാരണം അതിഗംഭീര ബിജിഎം ആണ്. ഒരു പടത്തിന് ഒരു മാസ് ലെവൽ ബിജിഎം. ഈ സിനിമയിലെ ഓരോ സീനിനെയും ഈ ബിജിഎം ലിഫ്റ്റ് ചെയ്യുന്നത് ഗംഭീരമായിട്ടാണ്. കാരണം അത്രമാത്രം ബിജിഎം വർക്കായിട്ടുണ്ട് ഈ സിനിമയിൽ. ഓരോ സീനിലും ആ ബിജിഎം വരുമ്പോ ആ സീനിന് കിട്ടുന്ന ഒരു പുഷ് ഉണ്ട്, അതൊക്കെ ഗംഭീരമാണ്. കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി ബിജിഎം ഒക്കെ. ഇനി ഒരുപാട് തെലുങ്ക് സിനിമയിൽ പുള്ളിക്ക് അവസരം കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. ബിജിഎം ഒരു രക്ഷയില്ല, സൂപ്പർ. പിന്നെ എടുത്ത് പറയേണ്ടത് ആക്ഷൻ കൊറിയോഗ്രാഫി. ആക്ഷനൊക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ആക്ഷൻ സീനുകൾ മറ്റേ നാനിയുടെ പെർഫോമൻസും നന്നായിട്ടുണ്ട്. അപ്പൊ ആക്ഷനൊക്കെ നന്നായി വർക്കായിട്ടുണ്ട്. പടത്തിന്റെ ദൈർഘ്യം ഞാൻ പറഞ്ഞു 3 മണിക്കൂറാണ്. 3 മണിക്കൂർ കഷ്ടി. 2 മണിക്കൂർ 51 മിനിറ്റ് അങ്ങനെയാണ് സിനിമ ഡ്യൂറേഷൻ. അപ്പൊ ഈ പടം ഒരു തരി പോലും നമ്മളെ ബോറടിപ്പിക്കാതെ പറഞ്ഞു പോകാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു ചെറിയ കാര്യമല്ല. കാരണം കഷ്ടി 3 മണിക്കൂറുള്ള പടം എന്നൊക്കെ പറയുമ്പോ എവിടെയെങ്കിലും ചിലപ്പോൾ നമുക്കൊക്കെ ഒന്ന് ബോറടിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഇത് അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് അതുപോലെ ബിജിഎം ഇതൊക്കെ നല്ല പങ്ക് വെച്ചിട്ടുണ്ട് ഇതിന്. അപ്പോ എസ് ജെ സൂര്യ, നാനി ഇവരുടെ പെർഫോമൻസിന്റെ ബലത്തിലേക്കാണ് പടം പോകുന്നത്. അപ്പൊ വില്ലൻ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത് എനിക്കൊരു പുതുമയായിട്ട് തോന്നി. കാരണം എസ് ജെ സൂര്യ അങ്ങനെ നമ്മളെ വേറെ ബോറടിപ്പിക്കാത്തൊരു നടനാണ്. അപ്പൊ പുള്ളിയല്ലാതെ വേറെ ആരെങ്കിലും ചെയ്താൽ ചിലപ്പോ ഈ പടത്തിന് ഇത്ര ഒരു ഇമ്പാക്ട് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. പിന്നെ എനിക്കൊരു പുതുമയായിട്ട് തോന്നിയത് ശനിയാഴ്ച മാത്രം പ്രതികരിക്കുന്ന ആ ഒരു അങ്ങനത്തെ ഒരു ഹീറോ, അതൊരു ചെറിയ പുതുമയായിട്ട് തോന്നി. പിന്നെ ഈ പടത്തിന്റെ ഒരു കഥയുടെ പോക്കും കാര്യങ്ങളും വലിയ ട്വിസ്റ്റോ ടേൺസോ എന്നുള്ള ഒരു സിനിമയല്ല. നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ്. അടുത്തത് എന്ത് സംഭവിക്കും എന്നൊക്കെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോ വലിയ ട്വിസ്റ്റോ സസ്പെൻസോ അങ്ങനെ ഒന്നും ഇല്ല ഈ സിനിമയിൽ. പക്ഷെ ഒരു ആക്ഷൻ സിനിമ പ്രേമികൾക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു ആക്ഷൻ ചിത്രം തന്നെയാണ് സിനിമ. പാട്ടുകളൊന്നും അങ്ങനെ ഇടയ്ക്ക് കുത്തിക്കയറ്റി നമ്മളെ ബോറടിപ്പിക്കുന്നൊന്നുമില്ല. എന്തായാലും ആക്ഷൻ സിനിമ താല്പര്യമുള്ള പ്രേക്ഷകരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് സിനിമ കാണാം. 2-3 മണിക്കൂർ പടം നിങ്ങളെ ബോറടിപ്പിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
ഞാൻ കണ്ടത് എനിക്ക് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് ഇത് പറയുന്നത്. അപ്പോൾ നിങ്ങളെ ബോറടിപ്പിക്കില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്നത്തെ റിവ്യൂ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അവസാനം സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പൊ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ എൻ്റെ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദി.